ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തി അച്ചാറാണ്. അതിനുവേണ്ടി മത്തി നന്നായി ക്ലീൻ ചെയ്ത് ചെറുതായി നുറുക്കിയതും അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുമ്മട്ടി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഇത് നമ്മൾ നന്നായിട്ട് മൊരിയിച്ച് വറുത്തെടുക്കണം. തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് മൊരിയിച്ച് വറുത്തെടുക്കുക. അത് വറുത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം വറുത്ത് കോരാനായിട്ടുള്ള വെളിച്ചെണ്ണ വേണം. അതിലേക്ക് ഒരു 100 ഗ്രാം ചെറിയുള്ളി തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്ത് അത് നല്ല ബ്രൗൺ കളറാകുന്നോടം വരെ മൂപ്പിച്ച് നമ്മളത് എടുത്തു വെച്ചിരിക്കുന്ന മീനിൻ്റെ അകത്തോട്ട് കോരിയിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ചെടുക്കുകയാണ്. ആദ്യം നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് നന്നായിട്ടൊന്ന് മൂത്ത് ബ്രൗൺ കളറാകണം. ഇത് നമ്മൾ അച്ചാറായതുകൊണ്ട് വെള്ളം ഒട്ടും പാടില്ല. നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മാത്രമേ ഇത് കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. അത് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അതും ഈ മീനും ഉള്ളിയും വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ കോരി മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ആ പാത്രത്തിൽ തന്നെയാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നത്. അത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പാൻ അടുപ്പത്തേക്ക് വെച്ച് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുള്ളിൽ ഓൾറെഡി വെളിച്ചെണ്ണ കാണും. അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി വെച്ചതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് നമ്മളത് ആദ്യം പുരട്ടി വെക്കാനും ഉപയോഗിച്ചിരുന്നു. അതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓണാക്കി അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി ഒഴിച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ മത്തി ഫ്രൈ ആയിട്ടിരിക്കുന്നതാണല്ലോ, അതിലേക്ക് അതിൻ്റെ വെള്ളമൊക്കെ പിടിച്ച് അതൊന്ന് അതിൻ്റെ എരിവും പുളിയും പിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമാണ്. അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇത് തിളയ്ക്കണം. ഈ മസാല ഒന്ന് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും നമ്മളതിലേക്ക് മീനിട്ട് കൊടുക്കുന്നത്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമ്മളതൊന്ന് ചൂടാക്കി എടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ മസാലയൊക്കെ മീനിലേക്ക് പിടിച്ച് അത് റെഡിയാകുകയുള്ളൂ. അച്ചാർ എപ്പോഴും നമ്മൾ അന്നേരം തന്നെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയില്ല. നമ്മളതൊരു 2 ദിവസം കഴിയുമ്പോഴേക്കുമാണ് അതിലേക്ക് എല്ലാം പിടിച്ചു വരുന്നത്. ഈ സമയത്ത് നമുക്കതിന് ഉപ്പൊക്കെ ആവശ്യമാണോ എന്ന് നോക്കാം. നമ്മൾ ഉപ്പ് പുരട്ടി വറുത്തത് കൊണ്ട് ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. മീനിലുള്ള ഉപ്പെല്ലാം ഇറങ്ങി ആ മസാലയിൽ പറ്റി നല്ല വൃത്തിയായിട്ടിരിക്കും. നമ്മളിങ്ങനത്തെ അച്ചാറായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.